ഇതാണ് ലിത്വാനിയയിലെ നമ്മുടെ പുതിയ അപ്പാർട്ട്മെന്റ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് പാക്ക് ചെയ്ത് വെച്ച പെട്ടികൾ പൊട്ടിക്കാം. ഇനി എന്റെ പല്ല് തേക്കുന്ന ബ്രഷ് മുതൽ ഉപ്പ് വരെ ഞാൻ പെട്ടിയിൽ തപ്പിടുകണം. ജർമ്മൻ വെക്കേഷന് പോണേക്കാളും മുന്നേ ഈ പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. ഈ കാണുന്ന പെട്ടികൾ മൊത്തം നമ്മുടെ സാധനങ്ങളാട്ടോ. അങ്ങനെ കാലത്ത് എഴുന്നേറ്റ് ബ്രഷ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ പെട്ടികളായിട്ട് തപ്പി തുടങ്ങി. ബ്രഷ് വെച്ച് ബാക്കി എല്ലാ സാധനവും എനിക്ക് കിട്ടി. എന്തോ ഭാഗ്യത്തിന് എന്റെ ഷാമ്പും കണ്ടീഷണറും കിട്ടി. ലിത്വാനിയയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ എന്റെ കാറ് കിട്ടി. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ, നമ്മളൊരു സാധനം തപ്പുമ്പോ അതൊഴിച്ച് ബാക്കി എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ കിട്ടും. ഇതെന്റെ ജോർജിയൻ ഫ്രണ്ട് എനിക്ക് അന്ന് തൊപ്പിയാണ്. അങ്ങനെ ആ പെട്ടി മാറ്റി അടുത്ത ബാഗ് എടുത്ത് തപ്പി, നോ രക്ഷ. അങ്ങനെ അവസാനം തപ്പി തപ്പിത് ഈ പെട്ടി എത്തിയപ്പോ സാധനം നമ്മുടെ കയ്യിലെത്തി. അങ്ങനെ തട്ടിക്കൂട്ടി ഒരു പല്ലപ്പും കഞ്ഞിരുന്നപ്പോ ഒരു ചായ കുടിക്കാൻ ഒരു മോഹം. അങ്ങനെ പുതിയ അടുക്കളയിൽ നിന്ന് ചായപ്പൊടിയും പഞ്ചാരയും കണ്ടുപിടിച്ച് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അമ്മയുടെ കോള് വന്നു. കൂട്ടത്തില് അമ്മാമി ഉണ്ടായിരുന്നു. അമ്മാമ്മയുടെ ഓർമ്മശക്തിക്കൊക്കെ കുറവ് വന്നു തുടങ്ങിയെന്നാണ് അമ്മ പറയണേ. പല ആൾക്കാരും ആളും മറന്നു തുടങ്ങിയെന്ന്. അത് കേട്ടപ്പോ എനിക്കൊരു ഇത്തിരി വിഷമം തോന്നി. അമ്മാമയ്ക്ക് ശരിയായോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മാമ്മ ഭാഗ്യവതിയാന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അമ്മാമയ്ക്ക് ഇപ്പോഴും അമ്മാമ്മയുടെ മക്കളുടെ പരിചരണം കിട്ടുന്നുണ്ട്. തീരെ വയ്യാതെ വാർദ്ധക്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതൊക്കെ തന്നെയല്ലേ.